ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററാണ്. അതിലെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് വർക്ക്? നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ മോഷൻ ഓഫ് ബോഡി ഗെറ്റ് ആക്സിലറേറ്റഡ്. ആ ബോഡിയുടെ മോഷൻ ആക്സിലറേറ്റഡ് മോഷൻ ആവും. അതിൻ്റെ ഫലമായിട്ട് ബോഡിക്ക് കുറച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇത് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് വർക്ക് ഡൺ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ഈ ഡയറക്ഷനിൽ. ഇതിൻ്റെ ഫലമായിട്ട് ബോഡിയിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണ്. അത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിറക്ഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡിറക്ഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് കോസ് തീറ്റ കമ്പോണൻ്റാണ്. അപ്പോൾ വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് കോസ് തീറ്റ. ഇതാണ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വെക്റ്റർ ക്വാണ്ടിറ്റികളാണ് എന്ന് നമുക്കറിയാം. ഇവരെ കമ്പോണൻറ്റ് ഫോമിലാണ് നമുക്ക് തരുന്നതെങ്കിൽ, മീൻസ് IJK ഫോർമാറ്റിലാണ് തരുന്നതെങ്കിൽ വർക്ക് കാണാനുള്ള ഇക്വേഷനാണ് W ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. W എന്ന് പറയുന്നത് സ്കാലാർ പ്രൊഡക്റ്റാണ്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ആംഗിൾ തീറ്റ, ഈ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, 0. തീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ വർക്ക് പോസിറ്റീവാണ്. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ വർക്ക് നെഗറ്റീവാണ്. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് 0 ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയെ നമ്മൾ h ഹൈറ്റിലേക്ക് പൊക്കുകയാണ്. അങ്ങനെ h ഹൈറ്റിലേക്ക് പൊക്കാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ചെയ്യണം. അതുപോലെ ഗ്രാവിറ്റി അതിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാളുകളാണ് ഫോഴ്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബോഡിയെ h ഹൈറ്റിലേക്ക് പൊക്കുകയാണ്. അങ്ങനെ ബോഡിയെ h ഹൈറ്റിലേക്ക് പൊക്കുമ്പോൾ അവിടെ രണ്ടാളുകളാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പൊക്കാൻ വേണ്ടി എക്സ്റ്റേണലി ചെയ്യുന്ന വർക്ക്, അതേപോലെ എർത്തിൻ്റെ അട്രാക്ഷൻ, ഇങ്ങനെ രണ്ട് ഫോഴ്സാണ് ഈ ബോഡിയുടെ മുകളിൽ ഉണ്ടാകുന്നത്. രണ്ടാളുകളാണ് വർക്ക് ചെയ്യുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ ആ വർക്ക് പോസിറ്റീവ് വർക്കാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്, പൊക്കുന്നതും മുകളിലേക്കാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് വർക്കാണ്. ഇനി എർത്ത് ഇതിനെ താഴേക്ക് വലിക്കാണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ വർക്ക് നെഗറ്റീവ് വർക്കാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇതൊരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വലിക്കുകയാണ്. അങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സാണുള്ളത്. ഒന്ന് ഡീഫോമിങ് ഫോഴ്സ്, മറ്റൊന്ന് റീസ്റ്റോറിങ് ഫോഴ്സ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇതിൻ്റെ ഭാഗമായി ഡിസ്പ്ലേസ്മെൻറ്റ്, ഇലോങ്ങേഷൻ ഉണ്ടാകുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണ് ഡീഫോമിങ് ഫോഴ്സ്. അപ്പോൾ ആ വർക്ക് പോസിറ്റീവാണ്. റീസ്റ്റോറിങ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവാണ്. ഇനി നമുക്ക് സീറോ വർക്കിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലേബർ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ് 90 ഡിഗ്രി ആകുമ്പോഴാണ് സീറോ വർക്ക് എന്ന് പറയുന്നത്. ഒരു ലേബർ കല്ലിങ്ങനെ ഏറ്റിയും കൊണ്ട് പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സീറോ വർക്കിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ് 90 ഡിഗ്രി ആകുമ്പോൾ അതിനെയാണ് നമ്മൾ സീറോ വർക്ക് എന്ന് പറയുന്നത്. ഒരു ലേബർ ഉണ്ട്, അയാൾ ഈ ഡയറക്ഷനിൽ ഒരു കല്ല് ചുമന്ന് നടക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഈ കല്ലിൻ്റെ മുകളിലുള്ള ഫോഴ്സ് ഇയാൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണം. അത് എന്ന് പറയുന്നത് ഇയാളെ ഈ സർഫസിലുള്ള അയാളെ ഹെഡിലുള്ള നോർമൽ റിയാക്ഷനാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇയാൾ ഒരു കല്ല് ചുമന്നുകൊണ്ട് പോകുമ്പോൾ നോർമൽ റിയാക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇയാൾ ചെയ്ത വർക്ക് 0 വർക്കാണ്. അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് സർക്കുലാർ മോഷനിൽ തുടരണമെങ്കിൽ ഒരു ബോഡിക്ക് സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതാണൊരു ബോഡി. ഈ ബോഡി സർക്കുലാർ മോഷനിൽ തുടരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് വേണം. ഇതിനെയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ടാൻജൻഷ്യൽ ഡിറക്ഷനിലാണ്. ഈ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഡിറക്ഷനിലാണ്. ഏത് ഇൻസ്റ്റൻറ്റിലും ആംഗിൾ ബിറ്റ്വീൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് സർക്കുലാർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കും 0 വർക്കാണ്. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സിനെ കൊണ്ടുള്ള വർക്കിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞത്. ഇനി ഈ ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ വർക്ക് കാണാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ആണ്. എഫ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ട് തരികയാണെങ്കിലാണ് നമ്മൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വർക്ക് കാണാൻ എഫ് എസ് കർവിൽ നിന്ന് എങ്ങനെയാണ് വർക്ക് കാണുക? ഇതൊരു എഫ് എസ് കർവാണ്. ഈ കർവിൻ്റെ ഇടയിലുള്ള ഏരിയ അണ്ടർ ദി കർവ് റെപ്രസെൻറ്റ്സ് വർക്ക്. ഇനി ഒരു എ ടി ഗ്രാഫ് ആണെങ്കിൽ ഒരു എ ടി ഗ്രാഫ് തന്നിട്ടാണ് നമ്മളോട് വർക്ക് കാണാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ നമുക്കറിയാം W = F × S ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. എ ടി ഗ്രാഫിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി വി ടി ഗ്രാഫ് തന്നിട്ടാണ് നമ്മളോട് വർക്ക് കാണാൻ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് കണ്ടുപിടിക്കുക? നമുക്കറിയാം W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ വി ടി ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് വി ടി കർവാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ വി ടി കർവാണ്. അപ്പോൾ M × സ്ലോപ്പ് × ഏരിയ. ഇങ്ങനെയാണ് വി ടി ഗ്രാഫിൽ നിന്ന് നമ്മൾ വർക്ക് കാണുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വർക്ക് എനർജി തിയറമാണ്. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതിനെയാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കാറ് ഒരു ഫ്രിക്ഷനുള്ള റോഡിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ താഴേക്ക് mg ഉണ്ട്, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ, ഇൻ ഫ്രണ്ട് എൻജിൻ അപ്ലൈ ചെയ്യുന്ന കാറിൻ്റെ എൻജിൻ്റെ ഫോഴ്സ്, മോഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത്രയും ഫോഴ്സുകളാണ് ഈ കാറിൽ ആക്ട് ചെയ്യുന്നത്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുന്നത്? നോർമൽ റിയാക്ഷനും mgയും ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലറാണ്. അവർ വർക്ക് ചെയ്യുന്നില്ല. പിന്നീട് വർക്ക് ചെയ്യുന്നത് F എൻജിനും അതേപോലെ തന്നെ F ഫ്രിക്ഷനുമാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എൻജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് കാർ. അതൊരു പോയിന്റിൽ നിന്നും ഒരു പോയിന്റിലേക്ക് നീങ്ങുമ്പോൾ എത്രമാത്രം കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടായോ അത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന
എല്ലാ ഫോഴ്സുകളും ചെയ്യുന്ന വർക്കിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഫീൽഡിൽ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് നമ്മൾ ബോഡിയെ കൊണ്ടുവരാൻ കുറച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ ബോഡിയെ കൊണ്ടുവരാൻ ഏത് പാത്തിലൂടെ വേണമെങ്കിലും ആ ഫീൽഡിൽ നമുക്ക് ബോഡിയെ കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഇതൊരു ഫീൽഡാണെങ്കിൽ ഈ ഫീൽഡിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമുക്ക് ബോഡിയെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഏത് പാത്തിലൂടെ വേണമെങ്കിലും കൊണ്ടുവരാം. ഇങ്ങനൊരു പാത്തുണ്ട്, ഇതിലൂടെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇങ്ങനൊരു പാത്തുണ്ട്, ഇതിലൂടെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇങ്ങനൊരു പാത്തുണ്ട്, ഇതിലൂടെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഏത് പാത്തിലൂടെ കൊണ്ടുവന്നാലും വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇത്തരത്തിലുള്ള ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ പാത്ത് ഡിപ്പെൻഡൻ്റ് ആയ ഫോഴ്സിനെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എല്ലാം. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർമാറ്റാണ് ഉപയോഗിക്കുക. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UF മൈനസ് UI. കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ KF മൈനസ് KI. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വർക്ക് എന്നുള്ള ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും വർക്ക് കാണാനായിരിക്കും ക്വസ്റ്റ്യൻ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഏതാണ് എന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് വർക്ക് എന്നുള്ള ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോഡി മൂവ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter along a straight line under the action of a force of 5 Newton. അപ്പോൾ 5 Newton എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ 10 meter ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണ് ആ ബോഡിക്ക്. ഇഫ് ദ വർക്ക് ഡൺ ഈസ് 25 joule, അപ്പോൾ അവിടെ ആ ഫോഴ്സ് ചെയ്ത വർക്ക് 25 joule ആണ് എങ്കിൽ ദ ആംഗിൾ വിച്ച് ദ ഫോഴ്സ് മേക്ക് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബോഡി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം W ഈക്വൽ ടു FS cos തീറ്റയാണ്. FS cos തീറ്റയാണ്. ഇതിൽ ഫോഴ്സ് എത്രയാണ് എന്ന് നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് 5 Newton ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 10 meter ആണ്. ഇതിൽ തീറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കോസ് തീറ്റ. വർക്ക് എന്ന് പറയുന്നത് 25 joule ആണ്. അപ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു 2. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. കോസ് തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് F ഈക്വൽ ടു 5I plus 6J minus 4K acting on a body produces a displacement S equal to 6I plus 5K. വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ്. ഇപ്പോൾ കമ്പോണൻറ്റ് ഫോമിലാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തന്നിരിക്കുന്നത്. എന്നിട്ട് വർക്ക് കാണാൻ പറയുന്നു. ഇങ്ങനെ കമ്പോണൻറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കാണാനുള്ള ഇക്വേഷൻ W ഈക്വൽ ടു F ഡോട്ട് എസ് അല്ലേ. ഡോട്ട് എങ്ങനെയാണ് നമ്മൾ കാണുക? കോയിഫിഷ്യൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് 5I പ്ലസ് 6J മൈനസ് 4K ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 6I പ്ലസ് J കമ്പോണൻ്റ് ഇല്ല, 0J ആണ്, പ്ലസ് 5K ആണ്. ഇനി അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് 5 × 6 30 പ്ലസ് 6 × 0 0 മൈനസ് 4 × 5 മൈനസ് 20.
അപ്പോൾ 10 എന്നാണ് നമുക്ക് കിട്ടുക. 10 യൂണിറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് ആക്ട് ഓൺ എ 30 gram particle in such a way that the position of the particle varies as a function of time is given by x equal to 3t minus 4t square plus t cube, where x is in meter and t is in second. The work done during 4 seconds is. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ട് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോഴ്സ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ട് തന്നാലാണ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഈ എക്സ് ഇതിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ് അല്ലേ. ഈ വെലോസിറ്റിയിൽ ഇനീഷ്യൽ ടി ഈക്വൽ ടു 0 എന്നുള്ള ടൈമിലുള്ള വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ടി ഈക്വൽ ടു 4 സെക്കൻഡിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി കണ്ടിട്ട് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാം. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം അതെന്ത് തന്നെയാണ്? വർക്ക് തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഇത് വർക്ക് എനർജി തിയറം വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം എക്സ് ഈക്വൽ ടു 3t minus 4t square plus t cube. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 8t പ്ലസ് 3t സ്ക്വയർ. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 0 വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആവും ഇവിടെയും 0 ആവും. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 4 സെക്കൻഡ് ഇതാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഫൈനൽ വെലോസിറ്റി 4 സെക്കൻഡിൽ 3 മൈനസ് 8 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 4 സ്ക്വയർ 16 അല്ലേ. ഇവിടെ 3 മൈനസ് 32 പ്ലസ് 48 ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 48ന്ന് 32 കുറച്ച് കഴിഞ്ഞാൽ 16 പ്ലസ് 3 എന്ന് പറയുന്നത് 19 നമുക്ക് 19 എന്നാണ് കിട്ടുക. 19 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും കിട്ടി ഫൈനൽ വെലോസിറ്റിയും കിട്ടി. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് കാണാം. 30 gram ആണ്. അപ്പോൾ ഹാഫ് എം എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 10⁻³ അല്ലേ. v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഹാഫ് എം ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. ഇതാണ് കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ v2 ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 19 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇനി നമുക്കറിയാം ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ 19ൻ്റെ സ്ക്വയർ കണ്ട് 3ൻ്റെ സ്ക്വയർ കണ്ട് കുറക്കും. പക്ഷേ അതിനേക്കാൾ ഒരു എളുപ്പവഴിയുണ്ട്. നമുക്കറിയാം ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോർമാറ്റിലാണ്. ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണെങ്കിൽ ഇതിനെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ 90 പ്ലസ് 3 ഇൻറ്റു 90 മൈനസ് 3 എന്ന് എഴുതാം. 90 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്ര? 22. 90 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഹാഫ് ഇൻറ്റു 30 ഇൻറ്റു 10 മൈനസ് 3 ഇവിടെ 11 33 ഇവിടെ ഒരു 0 കട്ട് ചെയ്തു 10⁻². 16 ഇൻറ്റു 33
അപ്പോൾ നമുക്ക് 528 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടും. ഈ രണ്ട് പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി കുത്തി കഴിഞ്ഞാൽ 5.28 ജൂൾ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കിട്ടി, എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പോൾ നമ്മൾ ഏത് വഴി പോകണം? വർക്ക് എനർജി തിയറം വഴി പോകണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A particle moves from position r1 equal to 3i plus 2j minus 3k to position r2 equal to 14i plus 13j plus 9k under the action of force 4i plus j plus 3k Newton. The work done will be. ഇവിടെ നമുക്ക് ഫോഴ്സ് കമ്പോണൻറ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നതിന് പകരം രണ്ട് പൊസിഷൻ വെക്ടറുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പൊസിഷൻ വെക്ടർ? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഒരു പോയിൻ്റാണ്. ഇതിനെ ഒറിജിനിലേക്ക് വരക്കുമ്പോൾ കിട്ടുന്ന വെക്ടറിനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഒരു പോയിൻ്റാണ്. അപ്പോൾ r1 എന്ന് പറയുന്നത് 3, 2, -3 എന്നുള്ള പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് ഈ r1 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ബോഡിയെ നീക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നീക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ പൊസിഷൻ വെക്ടർ തന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ S = r2 - r1 ആണ് എന്ന് നമുക്കറിയാം. ഇനി ഫോഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് കമ്പോണൻറ്റ് ഫോമിലാണ്. കമ്പോണൻറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? W = F.S. അപ്പോൾ ആദ്യം എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറയുന്നത് r2 - r1 ആണ്. 14 - 3 എന്ന് പറഞ്ഞാൽ 11i പ്ലസ് 13 - 2 again 11j പ്ലസ് 9 -3 അപ്പോൾ വീണ്ടും 11k. ഇനി ഫോഴ്സ് നമുക്കറിയാം F = 4i plus j plus 3k അല്ലേ. അപ്പോൾ നമുക്ക് ഫോഴ്സും കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടി. അപ്പോൾ വർക്ക് കാണാൻ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് എങ്ങനെ കാണുക? കോഎഫിഷ്യൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ കോഎഫിഷ്യൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 11 എന്ന് പറഞ്ഞാൽ 44 പ്ലസ് 1 × 11 എന്ന് പറഞ്ഞാൽ 11 പ്ലസ് 3 × 11 എന്ന് പറഞ്ഞാൽ 33. അപ്പോൾ നമുക്ക് 88 എന്ന് കിട്ടും. 88 ജൂളാണ് ആൻസർ. ഓപ്ഷൻ ഡി വരും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Consider a drop of rainwater having mass 1 gram falling from a height of 1 kilometer. It hits the ground with a speed of 50 meter per second, g = 10 meter per second square. The work done by gravitational force and resistive force. ഇവിടെ നമുക്ക് രണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കൊണ്ടുള്ള വർക്കും അതേപോലെ തന്നെ റെസിസ്റ്റീവ് ഫോഴ്സിനെ കൊണ്ടുള്ള വർക്കും കാണാനുണ്ട്. ഒരു റെയിൻ ഡ്രോപ്പ് ഉണ്ട്. ആ റെയിൻ ഡ്രോപ്പിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 gram ആണ്. റെയിൻ ഡ്രോപ്പ് താഴേക്ക് വീഴുകയാണ്. 1 കിലോമീറ്റർ ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. ഇത് താഴെ ഹിറ്റ് ചെയ്യുമ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡിലാണ് ഹിറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്കായിരുന്നു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി താഴേക്ക് വരുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി. ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ നോക്കാം? ഫോഴ്സ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. m എന്ന് പറഞ്ഞാൽ 10⁻³ 1 gram, g എന്ന് പറയുന്നത് 10, h എന്ന് പറയുന്നത് 10⁻³ 1 കിലോമീറ്റർ. അപ്പോൾ 10 എന്ന് കിട്ടും. ഇനി നമുക്കിത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നെങ്ങനെ നോക്കുക? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ വർക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? ഗ്രാവിറ്റി ഇങ്ങോട്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് താഴേക്ക്, ഡിസ്പ്ലേസ്മെൻറ്റും അതേ ഡയറക്ഷനിലാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് പോസിറ്റീവാണ്. അപ്പോൾ +10 ജൂൾ എന്ന് കിട്ടും. ഇനി നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സിനെ കൊണ്ടുള്ള വർക്ക് കാണണം. റെസിസ്റ്റീവ് ഫോഴ്സിനെ കൊണ്ടുള്ള വർക്ക് കാണാൻ നമുക്ക് വർക്ക് എനർജി തിയറം ഉപയോഗിക്കാം, മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഉപയോഗിക്കാം. നമ്മൾ ഡയറക്റ്റ് കിട്ടുന്നത് കൊണ്ട് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആണ് ഉപയോഗിക്കുന്നത്. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ്. അപ്പോൾ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ നമുക്കറിയാം. ഇക്വേഷൻ
വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് വീഴുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ സെക്കൻഡ് പൊസിഷൻ. U2 മൈനസ് U1 ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ ഇനീഷ്യലി അത് h ഹൈറ്റിലായിരുന്നു, ഫൈനലി അത് ഗ്രൗണ്ടിലേക്ക് വരുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0 ആയി മാറും. അതാണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. mgh എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി സെക്കൻഡ് പൊസിഷനിൽ അത് ഹിറ്റ് ചെയ്യുമ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv², ഹാഫ് ഇൻറ്റു m ഇൻറ്റു 10⁻³ ഇൻറ്റു v² എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 50 മൈനസ് ഇനീഷ്യലി അത് ഫ്രീ ഫോൾ ആണ്, ഇനീഷ്യലി വെലോസിറ്റി 0 ആണ്, അപ്പം -0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -10 പ്ലസ് ഇവിടെ 5ൽ നിന്നൊരു 0, 50ൽ നിന്ന് 0, 10⁻⁻1 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25, 25/2 എന്ന് പറഞ്ഞാൽ 25ൻ്റെ പകുതി 12.5. അതിൽ നിന്ന് ഒരു പോയിൻ്റ് ഇങ്ങോട്ട് ഇടണം, അപ്പോൾ 1.25 എന്ന് കിട്ടും. 10ൽ നിന്ന് 1.25 കുറച്ചാൽ 8.25, അപ്പോൾ നമുക്ക് -8.75 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് +10 ജൂളും അതേപോലെ -8.75 കിട്ടുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, ഫ്രിക്ഷൻ, റെസിസ്റ്റീവ് ഫോഴ്സ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഉപയോഗിക്കണം. നമുക്കത് വർക്ക് എനർജി തിയറം വെച്ചിട്ടും ചെയ്യാം, മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ വെച്ചിട്ടും ചെയ്യാം. ഡയറക്റ്റ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ മെക്കാനിക്കൽ എനർജി കൺസർവേഷനാണ് ഉപയോഗിക്കുക. വെലോസിറ്റിയുമായിട്ടൊക്കെ റിലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രോബ്ലം നമ്മളിനി കാണും. ദ ഫോഴ്സ് F ഓൺ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ വേരീസ് വിത്ത് ഡിസ്റ്റൻസ് d ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കർവ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് 12 മീറ്റർ ആകുമ്പോഴുള്ള വർക്ക് ഡൺ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു FS കർവ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ് ഗ്രാഫ്, ഈ തന്നിരിക്കുന്നതാണ് ഗ്രാഫ്. നമുക്കറിയാം FS കർവിൽ നിന്ന് വർക്ക് കാണാൻ പറഞ്ഞാൽ എങ്ങനെ കാണുക? ഇറ്റ് ഈസ് ഏരിയ അണ്ടർ FS കർവ്. ഏരിയ അണ്ടർ FS കർവാണ്. ഇനി ഇത് ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ചേർന്നതാണ്. അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് LB ആണ്. LB എന്ന് പറഞ്ഞാൽ 7 - 3 4, 4 × 2, 4 × 2 എന്ന് പറയുന്നത് 8 ആണ് ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ. ഇനി ഹാഫ് BH ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ 7 - 12 എന്ന് പറയുമ്പോൾ 5, 12 - 5 ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5, ഹൈറ്റ് 2, അപ്പോൾ ഹാഫ് ഇൻറ്റു 5 × 2 എന്ന് പറയുന്നത് 5. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ 5. 8ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 13 എന്ന് കിട്ടും. 13 ജൂൾ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ അണ്ടർ FS കർവാണ് വർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ ബോഡി ഡ്രോപ്സ് ഫ്രം എ ഹൈറ്റ് ഓഫ് 20 meter and it hits the ground with a velocity 19 meter per second. The work done by the friction on the body. Mass of body 1 kilogram ആണ് എന്ന് തന്നിട്ടുണ്ട്. 20 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഫ്രീലി ഫോളിൽ താഴേക്ക് എത്തുകയാണ്. ഫ്രീ ഫോളാണ്, 20 മീറ്റർ ഹൈറ്റ്. അത് താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 19 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഫ്രിക്ഷൻ ചെയ്ത വർക്ക് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ട വെലോസിറ്റി 1 ഡയമെൻഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. h ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ബോഡി താഴെ എത്തുമ്പോൾ അതിനാവശ്യമായ വെലോസിറ്റി, അതിനുള്ള വെലോസിറ്റി ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് √2gh ആണ്. √2gh എന്ന് പറഞ്ഞാൽ 2 × 10 × 20 എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് √2gh എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 19 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് നമ്മൾ എങ്ങനെ കാണുക? മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ
വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ല. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി യു ഫൈനൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി അതെന്താണ് 0 ആണ്, മൈനസ് ഇനീഷ്യൽ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് MGH ആണ്. MGH എന്ന് പറഞ്ഞാൽ 1 × 10 × H എന്ന് പറഞ്ഞാൽ 20 200 പ്ലസ് ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് കാണേണ്ടത്. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² 19 × 90 മൈനസ് ഇനീഷ്യൽ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -200 പ്ലസ് 19 × 90. 19 × 90 എന്ന് പറഞ്ഞാൽ 19ൻ്റെ സ്ക്വയർ എത്ര വരും? 361 എന്ന് വരും. 361 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് -400 പ്ലസ് 361 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 361 9 30. അപ്പം -39/2 എന്ന് കിട്ടും. -39/2 ജൂൾ വർക്കാണ് ഫ്രിക്ഷൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്രിക്ഷനെ കൊണ്ടുള്ള വർക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സിനെ കൊണ്ടുള്ള വർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എ കാർ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് അറ്റൈൻസ് എ വെലോസിറ്റി 5 m/s ആഫ്റ്റർ കവറിംഗ് എ ഡിസ്റ്റൻസ്. ഇഫ് ദ മാസ് ഓഫ് ദി കാർ ഈസ് 1000 kg, then the net work done by the car. അപ്പോൾ ഇത് വെലോസിറ്റികളാണ് തന്നിരിക്കുന്നത്. നെറ്റ് വർക്ക് ഡൺ ബൈ ദി കാറാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് വഴിയാണ് പോവുക? വർക്ക് എനർജി തിയറം വഴിയാണ് പോവുക. കാരണം വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് നെറ്റ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് m എന്ന് പറഞ്ഞാൽ 10⁻³ ഇൻറ്റു ഫൈനൽ വെലോസിറ്റി 5² മൈനസ് 0². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു ഇവിടുന്ന് ഒരു 10ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 × 10⁻² എന്ന് കിട്ടും. 5² എന്ന് പറയുന്നത് 25. 25 × 5 എന്ന് പറഞ്ഞാൽ 125. 125 × 10⁻² എന്ന് പറഞ്ഞാൽ 125 × 10⁻² ജൂൾ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സർട്ടൻ സ്പ്രിംഗ് വെൻ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് s ഈസ് 10 ജൂൾ. ദ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് മസ്റ്റ് ബി ഡൺ ഓൺ ദ സ്പ്രിംഗ് ടു സ്ട്രെച്ച് ഇറ്റ് ത്രൂ ആൻ അഡീഷണൽ ഡിസ്റ്റൻസ് s ഈസ്. അപ്പോൾ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ എഫ് എന്ന് പറയുന്നത് kx ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ½ kx² എന്നാണ് കിട്ടുക. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ½ kx² ആണ്. അത് ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലുള്ള ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്കിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. s ദൂരം അതിനെ സ്ട്രെച്ച് ചെയ്യാൻ ആവശ്യമായ വർക്ക് എന്ന് പറയുന്നത് 10 ജൂളാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ u = ½ × k × x² എന്ന് പറഞ്ഞാൽ s ദൂരം s² എന്ന് പറയുന്നത് 10 ജൂളാണ് എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഇനി ദ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് മസ്റ്റ് ബി ഡൺ ഓൺ ദി സ്പ്രിംഗ് ടു സ്ട്രെച്ച് ഇറ്റ് ത്രൂ ആൻ അഡീഷണൽ ഡിസ്റ്റൻസ് s. ഓൾറെഡി ഇത് ഒരു s ഡിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി ഒരു അഡീഷണൽ ഡിസ്റ്റൻസ് s കൂടി നമുക്ക് വലിക്കണം. അതിന് ഈ അഡീഷണൽ വലിക്കാൻ എത്രമാത്രം വർക്കാണ് ആവശ്യം എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇത് അഡീഷണൽ ഒരു എസ് ദൂരം കൂടി വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് 2s ആണ്. അപ്പോൾ 2s വലിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജി അതിൽ ഡെവലപ്പ് ചെയ്തു, അതിൽ നിന്ന് ഇനീഷ്യൽ എസ് വലിച്ചാലുള്ള പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്ട്രെച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള വർക്ക് എത്രയാണ് എന്ന് കിട്ടും. അപ്പോൾ ഇനീഷ്യലി എസ് ദൂരം വലിക്കാൻ 10 ജൂളാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളോട് ചോദ്യം സെക്കൻഡ് സ്ട്രെച്ചിങ്ങിന് അഡീഷണൽ എസ് ഡിസ്റ്റൻസ് വലിക്കാൻ എത്രമാത്രം വർക്ക് ആവശ്യമാണ് എന്നാണ്. അപ്പോൾ ടോട്ടലിൽ നിന്ന് ആദ്യത്തേത് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം ഹാഫ് കെ ഇൻറ്റു 2s² മൈനസ് s², ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 2s² എന്ന് പറഞ്ഞാൽ 4s², 4s² നിന്ന് s² കുറച്ച് കഴിഞ്ഞാൽ 3s². ഇത്ര വർക്കാണ് സെക്കൻഡ് സ്ട്രെച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഹാഫ് കെ s² എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു s² എന്ന് പറയുന്നത് 10 ആണ്. അത് 10 ഇൻറ്റു 3 എന്ന് പറയുന്നത് 30 ജൂൾ ആണ് ആൻസർ. എ പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് F is equal to 7 minus 2x plus 3x² Newton acts on a small body of mass 2 kilogram and displaces it from x equal to 0 to x equal to 5 meter. The work done in joule is. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫോഴ്സ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി തന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഫോം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു, കാരണം അത് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയിരുന്നു. ഇവിടെ തന്നിരിക്കുന്നത് ഫോഴ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഫോഴ്സ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഫോമാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ W ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി എസ് എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുക. എക്സിൽ വേരി ചെയ്യുന്നത് കൊണ്ട് ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് എന്ന് എഴുതി. ഇനി ഇൻ്റഗ്രൽ ഫ്രം ഇത് എക്സ് ഈക്വൽ ടു 0യിൽ നിന്ന് എക്സ് ഈക്വൽ ടു 5ലേക്കാണ് നീക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് 0യിൽ നിന്ന് 5 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നീക്കുന്നത്. അപ്പോൾ ലിമിറ്റ് ഫ്രം 0 to 5 എന്ന് കൊടുക്കണം. ഇനി ഫംഗ്ഷൻ 7 minus 2x plus 3x² ഇൻറ്റു ഡി എക്സ്. നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 7dx എന്ന് പറഞ്ഞാൽ 7x മൈനസ് 2x dx എന്ന് പറഞ്ഞാൽ 2x²/2. അപ്പോൾ ഈ 2ഉം അടിയിലുള്ള 2ഉം കട്ട് ചെയ്ത് പോകും, x² പ്ലസ് 3x² dx. 3x² dx എന്ന് പറഞ്ഞാൽ 3 പുറത്തിട്ടു, x³/3 അപ്പോൾ മുകളിലുള്ള 3യും താഴെയുള്ള 3യും കട്ട് ചെയ്ത് പോകും, x³ എന്ന് കിട്ടും. ലിമിറ്റ് ഫ്രം 0 to 5. ലിമിറ്റ് കൊടുക്കാൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 7 × 5 - 0 എന്ന് പറഞ്ഞാൽ 5 മൈനസ് x² എന്ന് പറഞ്ഞാൽ 25 - 0 25 പ്ലസ് x³ എന്ന് പറഞ്ഞാൽ 5³ 125. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 125ൽ നിന്ന് 25 കുറച്ചാൽ 100. 7 × 5 30, 130 എന്നാണ്. അപ്പോൾ 100 + 35 എന്ന് പറഞ്ഞാൽ 135 ജൂൾ ആണ് ആൻസർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഫ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫോർമാറ്റ് ഉപയോഗിക്കണം. എ മാസ് ഓഫ് 0.5 kilogram moving with a speed of 1.5 meter per second on a horizontal smooth surface collide with a nearby weightless spring of force constant K equal to 50 Newton per meter. The maximum compression of the spring will be. ചോദ്യം ഇതാണ്, ഒരു മാസ് 0.5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു മാസ് 1.5 മീറ്റർ പെർ സെക്കൻഡിൽ വന്ന് ഒരു സ്പ്രിങ്ങിനെ വന്ന് ഹിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു വെലോസിറ്റിയിൽ വന്ന് ഈ സ്പ്രിങ്ങിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഈ ബോഡി വന്ന് ഹിറ്റ് ചെയ്തതുകൊണ്ട് ഇതിന് എത്രമാത്രം കംപ്രഷൻ ഉണ്ടായി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ്. അപ്പോൾ ഈ ബോഡിക്കുള്ള എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ
പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത് ഒന്നുകിൽ കംപ്രഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ കൊണ്ട്. അപ്പോൾ ഈ സാധനം ഇവിടെ ഇടിക്കുമ്പോൾ അതിൽ ഒരു എക്സ് എന്നുള്ള ഒരു കംപ്രഷൻ ഉണ്ടാവും. ആ കംപ്രഷൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യും. ആ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ കൈനറ്റിക് എനർജി, ഈ ബോഡി മൂവ് ചെയ്തതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. ഈ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് kx² ആണ്. ആ എക്സ് എത്ര എന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ. കെയുടെ വാല്യൂ 50 ആണ്. ഹാഫ് ഗെറ്റ് ക്യാൻസൽഡ്. എം 0.5 എന്ന് പറഞ്ഞാൽ 1/2. ഇത് വെലോസിറ്റി എന്ന് പറയുന്നത് 3/2 × 3/2. കെ എന്ന് പറയുന്നത് 50 × x². ഇനി നമുക്കിവിടെ 50 അങ്ങോട്ട് കൊടുത്താൽ x² ഈക്വൽ ടു 3/2 × 3/2 × 1/2 ഡിവൈഡഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ 1/100 × 3/2 × 3/2. ഇനി റൂട്ട് എടുക്കുകയാണെങ്കിൽ 1/100ൻ്റെ റൂട്ട് 1/10. 3/2 × 3/2, അപ്പോൾ ഒരു 3/2 റൂട്ടിന് പുറത്ത് വരും, 3/2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3/20. 0.15. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഒരു 0 കൂടി കയറി കഴിഞ്ഞാൽ 0.15. 0.15 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ടു ആറ്റം ഇൻ എ മോളിക്യൂൾ ഈസ് ഗിവൺ ബൈ u of x equal to a/x⁻12 minus b/x⁻6, where a and b are positive constant and x is the distance between the atom. The atom is in stable equilibrium when. രണ്ട് ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ F is equal to -du/dx അല്ലെങ്കിൽ -du/dr ആണ്. ഇനി ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ആവണം എന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, എന്നാലാണ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകുന്നത്. അപ്പോൾ ഫോഴ്സ് 0 ആകണം എന്ന് പറഞ്ഞാൽ du/dr -du/dr അല്ലെങ്കിൽ du/dr ഈക്വൽ ടു 0 ആകണം. du/dr ഈക്വൽ ടു 0 കിട്ടുന്നത് ഏത് എക്സിലാണോ ആ എക്സ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആ ഫംഗ്ഷൻ a/x⁻12 മൈനസ് b/x⁻6 ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് ഏതാണോ അതാണ് ആൻസർ. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ റൂൾ വഴി നമ്മളതിനെ പുറത്തെടുത്തു. ഇൻറ്റു 1/x⁻12 എന്ന് പറഞ്ഞാൽ x⁻−12 ആണ്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ n × x⁻n−1 ആണ്. അപ്പോൾ -12 × x⁻−12 -1 എന്ന് പറഞ്ഞാൽ -13 മൈനസ് b/x⁻6. b/x⁻6 എന്ന് പറഞ്ഞാൽ b കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ഇത് x⁻−6 ആണ്. അപ്പോൾ -6 × x⁻−6 -1 എന്നാൽ -7 ആണ്. ഈ du/dx ഈക്വൽ ടു 0. du/dx ഈക്വൽ ടു 0 ആകുമ്പോൾ 0 ഈക്വൽ ടു -12a ഡിവൈഡഡ് ബൈ x⁻13 മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ് ആവും, പ്ലസ് 6b/x⁻7 ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈക്വൽ ടു 6b/x⁻7. അപ്പോൾ നമുക്ക് x⁻7ഉം 13ഉം x⁻6 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ x⁻6 ഈക്വൽ ടു 12a/6b എന്ന് പറഞ്ഞാൽ 2a/b. x ഈക്വൽ ടു 2a/b all raised to 1/6. 2a/b all raised to 1/6.
ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വർക്ക് എന്നുള്ള ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. കോൺസ്റ്റൻറ്റ് ഫോഴ്സിനെ കൊണ്ടുള്ള വർക്ക് എഫ് ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, എഫ് എസ് കോസ് തീറ്റ, എഫ് ഡോട്ട് എസ് വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ്. അതുപോലെ ഗ്രാഫിൽ നിന്ന് ഫ്രം എഫ് എസ് കർവ് ഏരിയ അണ്ടർ ദി കർവ്, ഫ്രം ബി ടി കർവ് മാസ് ഇൻറ്റു സ്ലോപ്പ് ഇൻറ്റു ഏരിയ. പിന്നീട് വന്നത് വർക്ക് എനർജി തിയറം ആയിരുന്നു. വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഫ്രിക്ഷനെ പോലത്തെ ആൾക്കാരെ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ, വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഉപയോഗിക്കും. ഡബ്ല്യു ഈക്വൽ ടു വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പിന്നീട് ഈ എനർജി എന്ന് പറയുന്നത് വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിനെയും കണ്ടാൽ മതി. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും വർക്ക് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക.